കുവൈറ്റിൽ ജനിച്ചു വളർന്ന ക്രിസ്ത്യാനി പെൺകുട്ടി. അച്ഛനും അമ്മയും അനുജത്തി പ്രിയയും അടങ്ങുന്ന 4 അംഗ കുടുംബമായിരുന്നു പ്രീതിയുടേത്. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഷിജുവിന്റെ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമ വീട്ടിൽ CD-യിട്ട് പ്രീതി കാണുന്നത്. അപ്പോഴാണ് ആദ്യമായി ഷിജുവിനെ ശ്രദ്ധിക്കുന്നതും. സിനിമയിലെ പൊക്കമുള്ള സുന്ദരനായ ആ നായകനോട് പ്രീതിക്ക് തോന്നിയത് ആരാധനയാണ്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം അത് പ്രണയമായി മാറുമെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല. കുവൈറ്റ് എയർവേസിൽ എയർ ഹോസ്റ്റസായി ജോലി ചെയ്യവേ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രീതി ഷിജുവിനെ ആദ്യമായി നേരിൽ കാണുന്നത്. ആ കൂടിക്കാഴ്ച ഫോൺ നമ്പറുകൾ കൈമാറുന്നതിലേക്കും പിന്നീട് സൗഹൃദത്തിലേക്കും നയിച്ചു. ബ്രഹ്മാണ്ഡ ഹിറ്റ് ചിത്രമായ ദേവി അടക്കം ചെയ്ത് ഷിജു വൻ ഹീറോയായി തിളങ്ങി നിൽക്കവെയായിരുന്നു ഇത് സംഭവിച്ചത്. ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഷിജു പ്രീതിയെ വിളിച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരു നടൻ ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന ആകാംക്ഷയും സന്തോഷവുമെല്ലാമാണ് ആദ്യം പ്രീതിയിലുണ്ടായത്. പിന്നാലെയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഷിജു പ്രീതിയോട് വിവാഹ അഭ്യർത്ഥനയും നടത്തിയത്. ആ സമയത്താണ് ഷിജു മുസ്ലിമും താനൊരു ക്രിസ്ത്യാനിയുമാണെന്ന് പ്രീതി മനസ്സിലാക്കുന്നത്. പ്രീതി തന്റെ അനുജത്തി പ്രിയയോടാണ് ഇക്കാര്യം പറഞ്ഞത്. ഷിജു ഒരു നടനായതുകൊണ്ടും മതങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടും സൂക്ഷിക്കണമെന്നായിരുന്നു പ്രിയയുടെ നിലപാട്. അങ്ങനെ ഈ പ്രണയം വേണോ എന്ന് നന്നായിട്ട് ആലോചിക്കൂ എന്ന് പ്രിയ പറയുകയും ചെയ്തു. അങ്ങനെ ഷിജു വിവാഹ അഭ്യർത്ഥന നടത്തി വെറും 3 ദിവസത്തിനുള്ളിൽ പ്രീതി തിരിച്ച് വിവാഹത്തിന് സമ്മതം മൂളുകയായിരുന്നു. അച്ഛൻ മരിച്ച് അതിൻ്റെ വേദനയിൽ പ്രീതി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഷിജുവിൻ്റെ അസാന്നിധ്യം വലിയ ആശ്വാസമായ വേളയിലാണ് പ്രണയത്തിന് സമ്മതം മൂളുന്നതും വിവാഹ സമ്മതം പറയുന്നതും. എന്നാൽ വിവാഹത്തിന് പ്രീതിയുടെ അമ്മ എതിരായിരുന്നു. മതവും ബന്ധുക്കളും പ്രശ്നമായപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു ഷിജുവും പ്രീതിയും. 2008-ലായിരുന്നു രജിസ്റ്റർ വിവാഹം. പിന്നീട് മകൾ മുസ്കാൻ ജനിച്ച ശേഷം മകളുടെ സാന്നിധ്യത്തിൽ മതപരമായ ചടങ്ങുകളോടെ വീണ്ടും വിവാഹിതരായതും വലിയ വാർത്തയായിരുന്നു. കുവൈറ്റ് എയർവേസിൽ എയർ ഹോസ്റ്റസായി ജോലി ചെയ്യുക മാത്രമല്ല, നർത്തകിയും ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രതിഭ കൂടിയുമാണ് പ്രീതി. തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം അവർ US-ലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമപഠനത്തിൽ 2 വർഷത്തെ കോഴ്സും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും പ്രാവീണ്യം നേടിയ നർത്തകിയുമാണ്. തങ്ങൾ വേർപിരിയുകയാണെങ്കിലും പരസ്പര ബഹുമാനം നിലനിർത്തുമെന്നും മകൾക്കായി നല്ല സുഹൃത്തുക്കളായി തുടരുമെന്നുമാണ് ഷിജു അറിയിച്ചത്. നീണ്ട വർഷത്തെ പ്രണയവും ദാമ്പത്യവും അവസാനിപ്പിക്കുമ്പോൾ ഒരു ദാമ്പത്യത്തിന്റെ വിജയത്തിന് പരസ്പര ധാരണ വേണമെന്ന് പ്രീതി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.